ആകെ പുതിയ ഇപ്പം ചെറിയൊരു വിഷമം കൊണ്ട് പറയാൻ വേറെ ഒന്നല്ല. റൂമി വരുന്ന കുറേ പേര് എന്താ റൂമേഴ്സ് ഇങ്ങനെ പറ്റിയിട്ടു, റൂമേഴ്സ്. എന്നിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഇതേപോലെ വന്നില്ല, ഇനിയിപ്പോൾ ഈ ആഴ്ച വരില്ല എന്നാണ് റൂമി പറയണത്, പെറ്റ്സ് പറയണത്. ഇപ്പം കുറച്ച് ബാക്കിൻ്റെ ഒക്കെ ലീക്ക് ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നത്. നമുക്ക് വീഡിയോയിൽ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും സ്പാനിഷിൻ്റെ എപ്പിക് മിഡ്ഫീൽഡേഴ്സിൻ്റെ ഒരു പാക്കാണ് വന്നേക്കുന്നത്. അപ്പം ഈ ഒരു പാക്കിൽ നിങ്ങൾക്ക് പൊതുവെ സ്പാനിഷിൽ നമ്മുടെ ഇതിലേക്ക് വന്ന ഏത് പ്ലേയേഴ്സ് ഉണ്ടാവുമെന്ന് അറിയാം. അതിന് മുമ്പായിട്ട് ഇവിടെ ഹൈലൈറ്റ് കാർഡ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ലൂക്ക മോഡ്രിച്ച് ഉണ്ട് ഹൈലൈറ്റ് കാർഡിൽ. അതുപോലെ തന്നെ ലൂക്ക മോഡ്രിച്ചിൻ്റെ അത്യാവശ്യം സ്റ്റാറ്റ്സ് ഒക്കെ പോകുന്ന കാർഡാണെന്ന് തോന്നുന്നു. എന്തായാലും 4 സ്റ്റാറിൻ്റെ ഒരു കാർഡ്. അപ്പം അതിനുശേഷം ഗുണ്ടവനുണ്ട് CMFിൻ്റെ, നല്ല ഡിഫെൻസീവ് ഇട്ടാലും കിടിലം കളിയായിരിക്കും മിഡ്ഫീൽഡ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒലിവർ ടോറസ്. ഓക്കെ, പിന്നെ മോയ് ഗോമസ് എനിക്ക് സത്യം പറയാൻ അറിയില്ല. ഓക്കെ, പിന്നെ വില്യം കർവാളോ, പിന്നെ ഡാർഡർ, പിന്നെ ഫ്രാൻ, പിന്നെ റോഡ്രിഗോ. ഓക്കെ, ഏത് പോട്ടെ. നമ്മളിതിൽ നോക്കുകയാണെങ്കിലും മോഡ്രിച്ചും ഗുണ്ടവനാണ് മെയിനായിട്ട് ഇപ്പം ഹൈലൈറ്റിൽ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്, കാണുന്നത്. അല്ലെ, കറക്റ്റ് അറിയില്ല ഗൈസ്. അപ്പം ഇനി എന്തായാലും നമ്മുടെ എപ്പിക്കിലേക്ക് പോയി നോക്കാം. ഈ കാർഡിൻ്റെ മെയിൻ ഉദ്ദേശത്തിലേക്ക് 150 പ്ലേയേഴ്സിൽ 3 ഉണ്ടല്ലോ, അതിൽ 3 കിട്ടാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ മുമ്പുണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ബെക്കാം ഉണ്ട്, ഡേവിഡ് ബെക്കാം, ദ മിഡ്ഫീൽഡ് ഗോട്ട് എന്ന് പറയാം. കാരണം എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ്. കാരണം എൻ്റെ പെസ്സിൻ്റെ കരിയർ കാലത്ത് മിഡ്ഫീൽഡിൽ ഒരാളെ ഭരിച്ചിട്ടുള്ളത് ബെക്കാമായിരുന്നു. കേവ് ഷോട്ടും എല്ലാം കൊണ്ടും മിഡിൽ പാസും എന്തില്ലാത്ത എല്ലാം ഒക്കെ ഉണ്ട്. ഇപ്പം പിന്നെ കുറേ മറ്റേ ഷോർട്ട് ടൈം ഇതൊക്കെ വന്നോട്ട് മറ്റേ സംഭവം ഇതാണ് ബൂസ്റ്റിംഗ് കാർഡ്സൊക്കെ കുറേ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് പ്ലേയേഴ്സിനൊക്കെ വന്നോട്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും നല്ല പ്ലേയേഴ്സൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളൂ. പക്ഷേ പണ്ട് കാര്യമായിരുന്നു. അപ്പം ബെക്കാമിൻ്റെ ഒരു റയൽ മാഡ്രിഡിൻ്റെ ഒരു കാർഡാണ്. അപ്പം നല്ല കാർഡായിരിക്കും എനിക്ക് പ്രതീക്ഷിക്കുന്നു. റയൽ മാഡ്രിഡിന് എനിക്ക് തോന്നുന്നു മറ്റേ ഐക്കോണിക് ഉണ്ടായിരുന്നു കാർഡ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം നോക്കുകയാണെങ്കിൽ റിവാൾഡോൻ്റെ AMF കാർഡാണ്. അപ്പോൾ 84 ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഓക്കെ, ബോൾ കൺട്രോളിങ്, ഡ്രിബ്ലിങ്, നമ്മുടെ ബെക്കാമിൻ്റെ നോക്കാം. ബോൾ കൺട്രോളിങ്, ഡ്രിബ്ലിങ്, പിന്നെ കിക്കിംഗ് പവർ. വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും കാണുന്നില്ല. ട്രെയിൻ ചെയ്തതിനാലും സംഭവമായിരിക്കും അറിയില്ല. എനിവേ നല്ലൊരു കാർഡാണെന്ന് വിചാരിക്കുന്നു. ഈ പാക്ക് എനിക്ക് പലരും തുറക്കാൻ ചാൻസ് തുറക്കാം. ഞാൻ തുറക്കില്ല, കാരണം നമ്മളല്ലെങ്കിൽ 500 കോയിൻ വെച്ച് തുറക്കുന്ന ആൾക്കാർ. നമുക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. മോനെ നമ്മൾ 10,000 കോയിൻ വെച്ച് തുറക്കേണ്ടി വരും. ഇപ്പം തന്നെ 5-8 പാക്ക് ചെറിയ പൈസ കുറഞ്ഞ് കിട്ടില്ല. പിന്നെ മാൻഡേറ്ററി കാർഡ് നോക്കുകയാണെങ്കിൽ റൈറ്റ് മിഡ്ഫീൽഡിൻ്റെ RMF യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ് ആവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ബോൾ കൺട്രോളും ലോഫ്റ്റഡ് പാസും പിന്നെ പ്ലേസ് കിക്കിങ്, കേള്, ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫിനിഷിങ്ങും ഹെഡറും 67-58 കൊടുത്തിരിക്കുന്നത്. ഐ തിങ്ക് ഇത് എന്താ പറയുക, ഒരു പാസിങ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റൈറ്റ് മിഡിൽ നിന്ന് ക്രോസ് ഒക്കെ ചെയ്യാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കാർഡായിരിക്കും. ഇനി നമ്മുടെ ബെക്കാമിലേക്ക് വരികയാണെങ്കിൽ കേള് നമുക്ക് 92. ഞാൻ പറഞ്ഞില്ല നേരത്തെ, നിങ്ങൾ കേൾ ഷോട്ട്സ് ഈ ലോങ് റേഞ്ച് ഒക്കെ അടിക്കാൻ പറ്റിയ സാധനം. പിന്നെ ലോ പാസും ലോഫ്റ്റഡ് പാസും. അതെ, ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ലോ പാസും ലോഫ്റ്റഡ് പാസ് ഇതാണ്. എന്നാൽ പോലും വലിയ സംഭവം ഞാൻ പറയുന്നില്ല. ബട്ട് ബെക്കാമാണ്, ട്രെയിൻ ചെയ്തതിനെ സെറ്റ് ആവുമായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ പ്ലേസ് കിക്കിംഗ് ആണ്. ഓക്കെ, കിക്കിംഗ് പവർ 84, പിന്നെ സ്റ്റാമിന 80. അപ്പം ഈ ഒരു പ്ലേയേഴ്സിൻ്റെ ഒക്കെ സ്റ്റാറ്റ്സ് ട്രെയിൻ ചെയ്ത് എങ്ങനെയായിരിക്കും എനിക്കറിയില്ല, ഫുൾ ട്രെയിൻ ചെയ്തതിനാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു വരാൻ പോകുന്ന സംഭവം കാർഡായിട്ട് കാണുന്നത്. എനിവേ റൂമി എപ്പോഴെങ്കിലും ഒരിക്കൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റൂമി വന്നാൽ മതി. ഈ തിങ്കളാഴ്ച റൂമി വന്നാൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഗൈസ്. കാരണം നമുക്ക് ഈ തിങ്കളാഴ്ച വന്നാൽ പാക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഗൈസ്. ഈ തിങ്കളാഴ്ച വരില്ല, ഇതൊക്കെയാണ് പറയുന്നത്. ഇനി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ല വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും ബൈ.